വേനൻ പുരോഹിത രാജാവായി അധികാരമേൽക്കുമ്പോൾ ശുക്രൻ വനാന്തരങ്ങളിൽ അറിവ് തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു. പ്രാചീന കാലത്ത് അറിവ് നേടുവാനായി ആശ്രമങ്ങൾ ഉപേക്ഷിച്ച് വനാന്തരങ്ങളെ അഭയം പ്രാപിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നുവല്ലോ. ശുക്രനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മുഴുവനെ കണ്ടെത്തുവാൻ വലിയ ആഗ്രഹം ഉള്ളിലുദിച്ച ആളാണ്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് സമകാലീനരായ മനുഷ്യർ ഇത്ര ദുരിതമനുഭവിക്കുന്നത്, അതിൻ്റെ കാരണമെന്ത്, അതെങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ജീവകാരുണ്യപരമായ അന്വേഷണങ്ങൾ ആ മനസ്സിനെ നല്ലതുപോലെ സ്വാധീനിച്ചിരുന്നു. മറിച്ച് വേനനാകട്ടെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സുഖസമൃദ്ധിയിൽ സുന്ദരമായ ഭൗതിക ജീവിതം നയിക്കുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ രാജാക്കന്മാരായ അങ്കൻ, അനങ്കൻ തുടങ്ങിയവരെല്ലാവരും പ്രജാക്ഷേമത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ അതിനാധാരമാക്കിയത് ബ്രഹ്മദണ്ഡനീതി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആയിരുന്നുവെങ്കിൽ, സംഹിതയെ ആയിരുന്നുവെങ്കിൽ, രണ്ടാം തവണയും അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വേനൻ ചെയ്തത് ആദ്യമായി ഈ ബ്രഹ്മദണ്ഡനീതി കാറ്റിൽ പറത്തുകയായിരുന്നു. അയാൾക്ക് മനസ്സിലായി, ബ്രഹ്മദണ്ഡനീതിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു ഏകാധിപത്യ ഭരണം കാഴ്ചവെക്കുക. മാത്രവുമല്ല, അടിസ്ഥാനപരമായി ഗുരുനാഥന്മാരൊക്കെ എഴുതിയുണ്ടാക്കി വച്ചിട്ടുള്ള ദണ്ഡനീതി സംസ്കാരവും നിയന്ത്രണങ്ങളുമൊക്കെ രാജാവിനെ കുച്ചുവിലങ്ങിടുകയാണ് ചെയ്യുന്നത് എന്നയാൾ സ്വയം കണ്ടെത്തുകയും ചെയ്ത ആളാണ്. അപ്പോൾ ബ്രഹ്മദണ്ഡനീതിയുടെ, അതായത് ഭൃഗുദണ്ഡനീതിയുടെ യാതൊരു സഹായവുമില്ലാതെ തനിക്ക് തോന്നിയതുപോലെ ഭരിക്കുകയാണ് വേനൻ. വേനൻ ചരിത്രത്തിലെ ആദ്യത്തെ ഡെസ്പോട്ടാണ് എന്ന് പറയാം. ഏകാധിപതിയാണ്, സ്വേച്ഛാധിപതിയാണ്. ഏകാധിപതി അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായി ഭരണം നടത്തുവാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചൊന്നും രാജാവ് ബേജാറാവേണ്ടതില്ല. ബ്രഹ്മദണ്ഡനീതിയിൽ പ്രസ്താവിച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും രാജാവിന് ആവശ്യവുമില്ല എന്നയാൾ കണ്ടെത്തുകയാണ്. അതൊക്കെ അയാൾ സ്വയം ഉണ്ടാക്കുകയാണ്. അധികാരത്തിൻ്റെ സ്വാദ് അയാൾ മനസ്സിലാക്കുകയാണ്. ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം, ചങ്ങലയ്ക്കിടാം. അതാ ഈ അടിസ്ഥാനത്തിലാണ് പിന്നീട് അയാൾ ഭരണം നടത്തുവാൻ തീരുമാനിക്കുന്നത്. തൻ്റെ ഉപദേശകന്മാരായിട്ടുള്ള പലരെയും അയാൾ ചവിട്ടി പുറത്താക്കുകയും അയാൾക്ക് ഇഷ്ടപ്പെട്ട പലരെയും സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അടിസ്ഥാനപരമായി യാതൊരു തരത്തിലുള്ള നീതികളും അയാളെ ബാധിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥം. അയാൾ എത്രമാത്രം വലിയ ഡെസ്പോട്ടായി എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാവണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ബോധ്യപ്പെട്ടാൽ മതി. അതായത് പ്രകൃതിദത്തമായ
ജലാശയങ്ങളിൽ നിന്നും ജലസംഭരണികളിൽ നിന്നും എന്തിന് യയ്യാവതി നദിയിൽ നിന്നും സ്വച്ഛ നിർമ്മലമായി ഒഴുകുന്ന യയ്യാവതി നദിയിലെ ജലം തൻ്റെ രാജ്യത്തുള്ള ഒരാൾക്കും തൻ്റെ അനുവാദമില്ലാതെ, രാജാവിൻ്റെ അനുവാദമില്ലാതെ കോരി കുടിക്കുവാൻ പാടില്ല എന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ കടുത്ത പ്രഖ്യാപനം ഒരു രാജാവിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യയ്യാവതി നദിയിലെ വെള്ളം, ജലം ദാഹജലമായി പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പിന്നെയോ ദാഹജലം കിട്ടണമെങ്കിൽ അയാൾ ഉണ്ടാക്കിയ പുതിയ നിയമം എന്ത് എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദാഹജലം കിട്ടണമെങ്കിൽ ദാഹിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്തു വേണം? പ്രാർത്ഥിച്ചു ചെല്ലണം എന്നാണ്. പ്രാർത്ഥിച്ചു ചെല്ലണം. മഹാരാജാവേ, എനിക്കിതിന് വെള്ളം കുടിക്കാൻ യയ്യാവതിയിൽ നിന്നും ഞാൻ എടുത്തുകൊള്ളട്ടെ എന്ന പ്രാർത്ഥന അയാളുടെ മുമ്പിൽ വെച്ച് രാജാവായ അയാൾ പ്ലീസ്ഡ് ആണെങ്കിൽ, അയാൾ സന്തുഷ്ടനാണെങ്കിൽ ഈ പ്രാർത്ഥിച്ച് ചെല്ലുന്നവന് ചിലപ്പോൾ വെള്ളം കിട്ടിയെന്ന് വരും. അതൊക്കെ രാജാവിൻ്റെ താൽക്കാലികമായ അവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കും. രാജാവ് ഏതെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കിട്ടാത്ത കനി കിട്ടുവാനുള്ള അധ്വാനത്തിൽ ആണെങ്കിൽ പാവം ദാഹിക്കുന്നവന് വെള്ളം കിട്ടുകയില്ല. അയാൾക്ക് അയാളുടെ വീട്ടിലെ തൊടിയിലെ മണ്ണിൽ ഒന്ന് കുഴിച്ചാൽ വെള്ളം കിട്ടുമെങ്കിൽ പോലും അങ്ങനെ കുഴിക്കുവാനോ അതിൽ നിന്ന് വെള്ളം വന്നത് കുടിക്കുവാനോ, അതായത് പ്രകൃതി കൊടുത്ത ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാനോ സമ്മതിക്കുകയില്ല എന്നാണ്. ന്യായമില്ല എന്നാണ്, അല്ലെങ്കിൽ അവകാശമില്ല എന്നാണ്. ഇത്തരത്തിൽ ഒരു രാജാവ് ഒരു കാലത്തും ഭാരതത്തിലുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ദാഹജലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നോക്കൂ, ഈ വേനൽ പ്രസ്താവിച്ചത് എന്ത് എന്നുകൂടെ നമ്മളൊന്ന് അറിയണം. മഴ പെയ്യിക്കുന്നത് ഞാൻ, കാറ്റടിപ്പിക്കുന്നത് ഞാൻ, ഇടിവാളും ഇടിവെട്ടും ഉണ്ടാക്കുന്നത് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നിയന്ത്രതാവ് എന്നാണ്. ഞാൻ പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ പ്രകൃതി ശക്തികൾ കേൾക്കൂ. എന്തിനാണ് രാജാവ് ഇത്തരത്തിലുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്? ഭരണം നടത്തുവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം പാവപ്പെട്ട ജനങ്ങളെ താൻ ദൈവത്തിൻ്റെ അവതാരം തന്നെയാണ്, അല്ലെങ്കിൽ താൻ ദൈവം പറഞ്ഞയച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്ന് വരുത്തുമ്പോഴാണ്. ഇതാണ് പുരോഹിത രാജാവുക എന്ന് പറയുന്നത്. ഗ്രീസിലും റോമിലും ഏതൻസിലും ഒക്കെ പണ്ട് ജനാധിപത്യമൊക്കെ വരുന്നതിനേക്കാളൊക്കെ എത്രയോ മുൻപ് ഭരിച്ച രാജാക്കന്മാരൊക്കെ തങ്ങൾ പുരോഹിത രാജാക്കന്മാരാണ് എന്ന് സ്വയം കൽപ്പിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു. പാവം പ്രജകളെ എങ്ങനെ വേണമെങ്കിലും ചവിട്ടി മെതിക്കുവാൻ അവർക്ക് സാധിച്ചു. തിരുവായ്ക്ക് എതിർവായി ഉണ്ടാവാതിരിക്കുക എന്ന പ്രയോഗം പോലും അക്കാലത്തായിരിക്കണം ഉണ്ടായത്. ആ ഒരു അവസ്ഥയാണ് വേനൻ ഇവിടെ പരീക്ഷിച്ചത്. വേനൻ പുരോഹിതനാവുകയാണ്, പുരോഹിതനായ രാജാവാവുകയാണ് ചെയ്തത്. പാവപ്പെട്ട പ്രജകൾക്ക് അതേക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട്
ഇത് ആദ്യത്തെ ഡെസ്പോട്ടാണ് എന്ന് കൂടെ മനസ്സിലാകുമ്പോഴാണ് വേനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ക്രൂരത പാവപ്പെട്ട ജനങ്ങളിൽ എങ്ങനെ ഏറ്റു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ, ഈ വേനൻ രണ്ടാമത്തെ തവണയും അധികാരത്തിൽ വരികയാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആദ്യ തവണ അയാൾ വളരെ ഡീസൻ്റായി, വളരെ സിമ്പിളായി, അല്ലെങ്കിൽ വളരെ ഉദാരമനസ്കനായി, സാധാരണ ജനങ്ങളുടെ തോഴനായി അഭിനയിച്ചുവെങ്കിലും രണ്ടാമത്തെ ഊഴം കൂടെ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അയാൾ രാജാവാണ് എന്ന് ഉറച്ചു കഴിഞ്ഞപ്പോൾ, പിന്നീട് അയാളുടെ മുഴുവൻ സ്വഭാവവും നിറവ് മാറുകയാണ്. നമ്മളെ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ടാം തവണത്തെ അധികാരത്തിൻ്റെ ഫലത്തിലാണ് വേനൻ തൻ്റെ സർവ ക്രൂര വിനോദങ്ങളും പാവപ്പെട്ട ജനങ്ങളുടെ മേൽ, പ്രജകളുടെ മേൽ ഏൽപ്പിക്കുന്നത്. പ്രജകളെല്ലാവരും തനിക്ക് വേണ്ടി, രാജാവിന് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കൂലിയോ അല്ലെങ്കിൽ വേതനമോ ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ്. മാത്രമല്ല, വേനൻ എന്ന് പറയുന്ന രാജാവ് ചെയ്തത് തൻ്റെ പൗരോഹിത്യ ചുമതല കൂടി ഉറപ്പിക്കുവാൻ വേണ്ടി അയാൾ കുന്നായ കുന്നുകളുടെ മുകളിലൊക്കെയും അമ്പരചുംബികളായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നാണ്. ആരെയാണ് ക്ഷേത്രത്തിനകത്ത് വെച്ച് പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്? ശുദ്ധമായ ദൈവങ്ങളെ ഒന്നുമല്ല. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പണ്ട് ഗ്രീസിലും ആഥൻസിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഈ പുരോഹിതന്മാർ കൊണ്ട് നടന്നിരുന്ന ചീത്ത ദൈവങ്ങളുണ്ടായിരുന്നു. ചാത്തൻ, ചാമുണ്ടി, മറുത തുടങ്ങിയ അധകൃത വർഗക്കാരുടെ ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് പോലെ ആദ്യകാലങ്ങളിൽ അന്യരാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിയ പിശാചുക്കളെ ദൈവങ്ങളായി വേനൻ അവരോധിക്കുകയാണ്. അവരെല്ലാവരെയും ആരാധിക്കുവാനായിട്ട് വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുവാനുള്ള ധനം? എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുക? തൻ്റെ രാജ്യത്ത് വേണ്ടത്ര പ്രജകളുണ്ട്, അനവധിയായ പ്രജകളുണ്ട്. നല്ല കെൽപ്പുള്ള, ശരീരശേഷിയുള്ള, ചെറുപ്പക്കാരായ, അതുപോലെ തന്നെ നല്ല ക്രയശേഷിയുള്ള ആ പ്രജകളെ മുഴുവനും വേനൻ അടിച്ച് കുന്നുകളുടെ മുകളിലേക്ക് കയറ്റുകയാണ്. താഴെ നിന്ന് ആവശ്യത്തിനനുസരിച്ചുള്ള കല്ലുകൾ ചുമന്നു കൊണ്ടുപോയി കുന്നിൻ്റെ നെറുകയിൽ വേനൻ ആഗ്രഹിക്കുന്ന ദേവി വിഗ്രഹങ്ങൾക്ക് ആലയങ്ങൾ ഉണ്ടാക്കുകയാണ്. നിരവധിയായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ. ഇതിനൊന്നും സമ്മതിക്കാതിരിക്കുന്ന യുവാക്കളെ, ഇതിനൊക്കെ എതിര് പറയുന്ന ആരെങ്കിലും തൻ്റെ രാജ്യത്തുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവരെയൊക്കെ മർദ്ദനം കൊണ്ട് ശക്തമായ പീഡനങ്ങൾ ഏൽപ്പിച്ച് എന്താ പറയേണ്ടത്, അവരുടെ മുഴുവനും ആരോഗ്യവും നഷ്ടപ്പെടുത്തുകയാണ്. കുറച്ചു വർഷങ്ങൾ കൊണ്ട് വേനൻ തൻ്റെ രാജ്യത്ത് കൈകാലുകൾ നഷ്ടപ്പെട്ട, ശരീരത്തിൽ എല്ലായിടത്തും ആഴമേറിയ മുറിവുകളുള്ള, തല ചതഞ്ഞ് കിടക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യുവാക്കളുണ്ടാവുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ കാര്യമെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൻ ആഗ്രഹിക്കുന്നത് പോലെ കുന്നിൻ്റെ നെറുകയിൽ
അയാൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടു. എങ്കിലും അയാളുടെ രാജ്യത്ത് നിസ്സഹായരായ മനുഷ്യരുടെ, ആരോഗ്യമില്ലാത്ത മനുഷ്യരുടെ ക്രൂരതകൾ അനുഭവിച്ചതുകൊണ്ട് ജീവിക്കാൻ പോലും സാധ്യതയില്ലാത്ത നിരവധിയായ മനുഷ്യരുടെ കൂമ്പാരമുണ്ടാവുകയാണ്. ഒരു രാജ്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രയശേഷി എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യരാണ്. ആ മനുഷ്യരെ മുഴുവൻ ദൈനംദിനം തല്ലിച്ചതയ്ക്കുകയാണ് വേനന്റെ പട്ടാളക്കാർ. അപ്പം വേനന്റെ പട്ടാളക്കാർക്ക് മറ്റൊരു പ്രവൃത്തിയും ചെയ്യുവാനില്ല. ആരൊക്കെയാണോ വേന ആജ്ഞ അനുസരിക്കാത്തത് അവരെ ദൈനംദിനം തല്ലി ഒതുക്കുകയാണ്. നോക്കൂ, ഇങ്ങനെ വരുമ്പോൾ വേനരാജ്യത്ത് സാധാരണ മനുഷ്യരുടെ ഏപ്പ് മുഴുവനും ഒടിഞ്ഞു കിടക്കുകയാണ്. അതാ, അവർക്ക് ആരോഗ്യമില്ല, ഒന്നും ചെയ്യുക, അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും വേനന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതുമില്ല. അവരാകെ എന്താ പറയേണ്ടത്, ജീവിക്കുവാൻ ഇനി താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എന്തിനാണ് ഈ ജീവിതം? എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ജീവിതം ഏറ്റവും വലിയ നരകയാതനയായി അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. വേനനാകട്ടെ സർവവിധ സുഖങ്ങളും അനുഭവിച്ച് കുന്നിൻ മുകളിലെ തൻ്റെ കൊട്ടാരത്തിൽ എന്താ പറയുന്നത്, ഒരു രാജാവിന് അനുഭവിക്കുവാൻ സാധിക്കുന്ന സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് കാടിൻ്റെ ഏകാന്തതയിൽ നിന്ന് തനിക്ക് ആവശ്യമായ അറിവ് ധാരാളം കിട്ടിയ ശുക്രൻ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ ശുക്രൻ കാണുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുകയാണ്. പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ ജീവിതം എന്താണ് ഇത്രമാത്രം വിഷമകരമായിരിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്? ആരുണ്ട് അവരെ രക്ഷിക്കുവാൻ? ആരുണ്ട് അവർക്ക് നന്മ നൽകുവാൻ? ആരുണ്ട് അവരുടെ ദാരിദ്ര്യം അകറ്റുവാൻ? ഇമാതിരി കാര്യങ്ങളെ കൊണ്ട് വേപത പൂണ്ട മനസ്സുമായി ഇറങ്ങി വരുന്ന ശുക്രൻ കാണുന്നത് ചതഞ്ഞരഞ്ഞ പാമ്പുകളെ പോലെ ഇഴയുകയാണ് തൻ്റെ സതീർത്ഥരായിട്ടുള്ളവരും തൻ്റെ നാട്ടുകാരുമായിട്ടുള്ളവരും ഒക്കെ. എല്ലാറ്റിൻ്റെയും കാരണം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആ കാരണം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വളരെ വ്യക്തമാവുകയാണ്, വേനൻ എന്ന് പറയുന്നത് രാജാവ് അല്ല, നേരെമറിച്ച് ഒന്നാം തരം സ്വേച്ഛാധിപതിയാണ്. ഏത് കാരണം കൊണ്ടാണോ തൻ്റെ പിതാമഹന്മാരും അതുപോലെയുള്ള അഭ്യുദയകാംക്ഷികളും ഒക്കെ യയാവതിയുടെ തീരത്ത് ഒരു രാജ്യമുണ്ടാക്കിയതും ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാനായിട്ടൊരു നിയമാവലി ഉണ്ടാക്കിയെടുത്തതും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വേനന്റെ ഭരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതിന് വിപരീതമായി തനിക്ക് പലതും ചെയ്യുവാനുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. വേനൻ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രാജാവാണ്. വേനൻ ജനങ്ങളുടെ ശത്രുവാണ്. വേനനെ പോലെ ഒരു ക്രൂരനായ ഭരണാധികാരി ഭാരതത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ യയാവതി തീരത്ത് തൻ്റെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ശുക്രൻ നല്ലതുപോലെ മനസ്സിൽ നിശ്ചയിക്കുകയാണ്. നോക്കൂ, നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു
പിന്നെ തെറ്റായ ധാരണ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്തുണ്ടായിരുന്നവർ മുഴുവനും പിന്നെ മന്ത്രവാദികളായിരുന്നു എന്നാണ്. ഇപ്പം ശുക്രാചാര്യർ മന്ത്രവാദിയായിരുന്നു. മന്ത്രം പഠിക്കുവാനാണ് അദ്ദേഹം വനാന്തരങ്ങളിലൊക്കെ താമസിച്ചത് എന്നും മറ്റുമാണ് നല്ലതുപോലെ പിന്നെ പ്രചരിച്ചിരുന്നത്. ഈ ശുക്രാചാര്യർ പിന്നെ ഒരു മന്ത്രവാദിയായി അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം കൊണ്ടാണ്. നോക്കൂ, ശുക്രാചാര്യർ മാത്രമല്ല, ബൃഹസ്പതി പോലും അക്കാലത്ത് പിന്നെ മന്ത്രവാദിയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു മന്ത്രം എന്ന് പറയുന്നതും പിന്നെ അറിവ് എന്ന് പറയുന്നതും രണ്ടാണ് എന്നൊക്കെ. ഈ അറിവ് തന്നെയാണ് മനുഷ്യന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ് അവയെല്ലാം മന്ത്രവാദമായി തെറ്റായി ചിത്രീകരിച്ചത്. അത്തരത്തിലുള്ള ചിത്രീകരണം നമ്മുടെ ശുക്രനെ കുറിച്ചും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ശുക്രൻ പിന്നെ വേദങ്ങളിൽ പോലും, അതായത് മൂന്നാം വേദത്തിൽ പോലും നാലാം വേദത്തിൽ പോലും എഴുതി വച്ചിട്ടുള്ളത് മന്ത്രവാദമാണ് എന്നാണ്. ബൃഹസ്പതിയും അതേപോലെ തന്നെ എഴുതി വച്ചിരിക്കുന്ന മന്ത്രവാദമാണ് എന്നാണ്. ആദ്യകാലത്ത് അവരെല്ലാവരും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഈ അറിവ് ഉപയോഗിച്ചിരുന്നു. കരിങ്ങാലിക്കാതൽ കൊണ്ട് കൂട്ടിയുണ്ടാക്കിയ ഏലസ് ബൃഹസ്പതി നിർമ്മിക്കുന്നുണ്ട്. അത് ബൃഹസ്പതിയുടെ മന്ത്രം അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചാർത്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ബൃഹസ്പതിയും മന്ത്രവാദിയായിരുന്നു എന്നൊരു ധാരണയാണ് നിലനിൽക്കുന്നത്. ഇത് രണ്ടും ശരിയല്ല. അവർ വിഷഗ്വരന്മാരായിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന അനവധിയായ രോഗങ്ങൾക്ക് പ്രതിവിധി ചെയ്തവരാണവര്. അതിനവർ പിന്നെ മന്ത്രങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മന്ത്രങ്ങൾക്ക് അത്തരത്തിലുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അത് ചെയ്തത്. നോക്കൂ, ഞാൻ ആ ഭാഗത്തേക്കല്ല അധികം പോകുന്നത്. ഇങ്ങോട്ട് വരൂ. ശുക്രൻ ഏതു വിധേനയും ഈ പറയുന്ന വേനനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് മനസ്സാ നിശ്ചയിച്ച് ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, തൻ്റെ രാജ്യത്ത് ജീവനില്ലാതെ കിടക്കുന്ന നിരവധിയായ പട്ടാളക്കാരെ പോലെയുള്ള യുവാക്കളെ, ഇപ്പോഴൊരു പട്ടാളക്കാരുടെ കഴിവും ശേഷിയും ഒന്നും ഉള്ളവരല്ല. കാരണം അവരുടെ നട്ടെല്ലുകൾ മുഴുവനും തല്ലി ഒടിച്ച് ഇല്ലാതാക്കി വെച്ചിരിക്കുന്നവരാണ്. ആ അവസ്ഥയിലുള്ള ആൾക്കാരെ പോലും സംഘടിപ്പിച്ച് വേനൻ നമ്മുടെ വേനനല്ല, ശുക്രൻ വേനനെ ആ പൊസിഷനിൽ നിന്ന്, അല്ലെങ്കിൽ ആ രാജധാനിയിൽ നിന്ന് നിഷ്കാസിതനാക്കുകയാണ്. ഇവിടെ വേനനെ ശുക്രൻ രാജധാനിയിൽ നിന്ന് നിഷ്കാസിതനാക്കുമ്പോൾ, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുമ്പോൾ, ആ പ്രവൃത്തി ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അതിന് നമ്മുടെ പുരാണങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് വേനൻ ഒരു ഗർഭപ്പുല്ലിൽ
ദർഭപ്പുല്ലിൽ മന്ത്രം ജപിച്ച് വേനവധം നടത്തി എന്നാണ്. ഇപ്പൊ പണ്ട് കാലത്ത് വിചാരിച്ചു വെച്ചിരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മന്ത്രമൊക്കെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മാരകമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ദർഭപ്പുല്ലിൽ മന്ത്രമോദി പിന്നെ ശുക്രൻ വേനനെ സംഹരിച്ചു എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വേന സംഹരണം ദർഭപ്പുല്ലിൽ മന്ത്രമോദി വെച്ചിട്ടല്ല, സാധാരണ മനുഷ്യരെ ബോധം ഉൾക്കൊള്ളിച്ച് ബോധവാന്മാരാക്കി അവരുടെ പിന്നെ വമ്പിച്ച തോതിലുള്ള ആരംഭത്തിൽ വിറളി കൊണ്ട വേനൻ രാജധാനിയിൽ നിന്ന് ഊട്ടി ജീവരക്ഷാർത്ഥം കാടുകളുടെ ഏകാന്തതയിൽ മറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഗാധമായ ഗർത്തങ്ങളിലേക്ക് നിബന്ധിച്ചു പോകുകയോ ചെയ്യുകയാണ്. എന്താണെങ്കിലും വേനൻ അതോടുകൂടി തീരുകയാണ്. ഇതന്നെ ആണ് വേനവധം എന്ന് പറയുന്നത്. ഈ വേനവധം ശുക്രാചാര്യർ സാധിച്ചെടുത്തിട്ടുള്ളത് ദർഭപ്പുല്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മരണമന്ത്രം ഓതി ആണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ്. ഇതാ പഴയ കാലത്തെ ധാരണയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ജനങ്ങളുടെ മുഴുവനും സപ്പോർട്ട് കൊണ്ട്, ജനങ്ങളുടെ മുഴുവനും പിന്നെ സഹായം കൊണ്ട്, ജനങ്ങളുടെ മുഴുവൻ സഹായം കൊണ്ട് വേനനെ രാജധാനിയിൽ നിന്ന് നിഷ്കാസിതനാക്കുകയാണ് ശുക്രാചാര്യർ. അങ്ങനെ വേനനെ രാജധാനിയിൽ നിന്ന് നിഷ്കാസിതനാക്കിയതോടുകൂടെ യയാവതി രാജ്യം ഒരു ഏകാധിപതിയുടെ വാഴ്ചയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയാണ്. തുടർന്ന് അവരെ രക്ഷിക്കുവാൻ, അവർക്ക് മാനുഷികമായിട്ടുള്ള അറിവുകൾ കൊടുക്കുവാൻ, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, അവർക്ക് നഷ്ടപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ, ജീവിതം അനുഭവിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശുക്രാചാര്യർ ചെയ്തു തീർത്തത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ആ അറിവാണ് എന്താ പറയേണ്ടത്, പിന്നെ മൃതസഞ്ജീവനിയുടെ അറിവായി മാറുവാൻ പോകുന്നത്. അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിലാവാം. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.